ലാസ്റ്റ് കൊയിലാണ്ടി വെച്ചായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ടി പിരിഞ്ഞത്. ആ പിരിയുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ, ചേട്ടാ വല്ലാതെ വൈകിപ്പോകുന്നുണ്ട് സിനിമ ചെയ്യാൻ, ഇത് വേഗം പ്ലാൻ ചെയ്യും, എന്നിട്ടോടെ എനിക്ക് അഭിനയിക്കണം ആ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് അത്ര എന്താ പറയുക, ഒരു ഭയങ്കരമായ നിഷ്കളങ്കമായ ഒരു രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ശ്രദ്ധിക്കും. അഭിനയിച്ചിരിക്കുന്നത് അഞ്ചര കല്യാണം, പിന്നെ മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമകളിലാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതികളെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് ആദാമിൻ്റെ മകൻ അബു, അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമകളിൽ അഭിനയം. കാരണം ഒരു ഹാസ്യ നടനായിട്ടല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സിനിമയിലുള്ള ഒരു നീക്കങ്ങളും അഭിനയ രീതികളൊക്കെ തന്നെ. ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കണ്ണു നിറയ്ക്കാനും ചിന്തിപ്പിക്കാനും അദ്ദേഹം പല സിനിമകളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കനായ വ്യക്തിത്വമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒരു മറയില്ലാതെ ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്തായാലും സിനിമാ രംഗത്തായാലും. പിന്നെ നമ്മൾ എന്നും കാണുന്ന ആ ചിരി എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചിരിയായിരുന്നു സലീംകുമാറിൻ്റെ. ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണെങ്കിലും ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു അഹങ്കാരം തലയിൽ പേറിക്കൊണ്ടുള്ള നടക്കുന്ന ഒരാളല്ലായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എവിടെ കണ്ടാലും എല്ലാവരോടും തീരെ പരിചയമില്ലാത്ത ആളാണെങ്കിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സലീംകുമാറിൻ്റെ. അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാൻ തോന്നുന്നത്.